Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. 16-കാരനെ പ്രലോഭിപ്പിച്ച് വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമം. രാമന്തളി സ്വദേശി AK ഉണ്ണികൃഷ്ണനെ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച കേസിൽ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലവിൽ കൊച്ചുമകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോക്സോ കേസിൽ പിടിയിലായി ജാമ്യത്തിൽ കഴിയുന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ. പെട്ടെന്ന് ഓടി വന്ന് നിൽക്കുമ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് രക്ഷിക്കൂ എന്നുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണം പറഞ്ഞു അവിടെ ഇല്ലേ ഈ സൈഡിലുള്ള റോഡിൽ നിന്ന് ഓടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടി കുറേ സമയം കരഞ്ഞ് രക്ഷിക്കണം എന്നുള്ളതിൽ പറഞ്ഞാകുമ്പോൾ ഞാനും സുധാരേട്ടനാണ് ഉണ്ടായി, പിന്നെ എൻ്റെ വൈഫും ഉണ്ടായി. അപ്പോൾ കുട്ടീനോട് കൂടുതൽ ചോദിക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഇതാക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായി. അത് കൈ നീട്ടി കുട്ടി അതിൽ ഓടിപ്പോയി. പിന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, ഈ എന്താണ് സംഭവം, ഇത് ഏതാ കുട്ടി എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ പുറത്തു നിന്നുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി. ഈ പ്രദേശത്തില്ല. അപ്പം അങ്ങനൊരു ഡൗട്ട് വന്നത്, എന്നാൽ ഈ പ്രതി എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഒരു ചെറിയ പോക്സോ കേസിലുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഡൗട്ട് വരാനുള്ള ഒരിത് വന്നു. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മൊത്തത്തിലൊന്ന് എൻക്വയറി എടുത്തകളാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. പയ്യന്നൂർ രാമന്തളിയിൽ കൊച്ചുമകളെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പോക്സോ കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ വീണ്ടും പോക്സോ കേസിൽ പിടിയിൽ. നാടക നടനും ഓട്ടോ ഡ്രൈവറുമായ രാമന്തളി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നിന്ന് സ്കൂൾ വിട്ടു വരികയായിരുന്ന കുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് കുട്ടിയുടെ മൊഴി. പീഡന ശ്രമത്തിനിടെ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതായും സമീപത്തെ വീട്ടുകാർ കുഞ്ഞിനെ മറ്റൊരു ഓട്ടോയിൽ കയറ്റി വീട്ടിൽ വിട്ടതുമായാണ് വിവരം. വിവരമറിഞ്ഞെത്തിയ വീട്ടുകാരും നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ശേഖരിച്ച CCTV തെളിവുകളടക്കം പോലീസിൽ ഏൽപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഇയാളെ സംബന്ധിച്ച് നേരത്തെ ഒരു ആരോപണമുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും നാട്ടുകാരനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് വേറെ മറ്റു തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നേരത്തെ ഇല്ല കാര്യം ഒരു യാഥാർത്ഥ്യമാണോ എന്നൊരു സംശയം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും 2 കുട്ടികളുടെയും ഈ മരണത്തെ സംബന്ധിച്ച് അടക്കം സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യം. പല സംശയങ്ങളും ആളുകൾ ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഒരു അഭിപ്രായ പ്രകടനമൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം ഈ ഒരു വിഷയം കൂടി വരുമ്പം നാട്ടുകാർ എന്ന രീതിയിലേക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു അനുഭവം. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ പോലീസ് ഇത് പരിശോധിക്കണം. എല്ലാ ശാസ്ത്രീയമായ പരിശോധനയും നടത്തി ഈ നേരത്തെ നടന്നിട്ടുള്ള ഈ 4 മരണത്തിൻ്റെയും കാരണം കുറച്ച് വ്യക്തമായി അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തിന് പരമാവധി ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ പോലീസും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാമന്തളിയിലെ വീട്ടിൽ വെച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. 2025 ഡിസംബർ 22-ന് 2 കൊച്ചുമക്കളെയും വിഷം നൽകി പ്രതിയുടെ മകനും ഭാര്യയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട 2 കുട്ടികളിൽ ഒരാളെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന ആളാണ് വീണ്ടും പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തന്റെ മകൾക്ക് ഉണ്ണികൃഷ്ണനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയപ്പോൾ ആരും വിശ്വസിച്ചില്ലെന്നും അത് മനസ്സിലാക്കാൻ മറ്റൊരു കുട്ടിക്ക് മോശം അനുഭവം വരേണ്ടി വന്നുവെന്നും രാമന്തളിയിൽ ആത്മഹത്യ ചെയ്ത കലാധരന്റെ ഭാര്യ നയൻതാര. തന്റെ മകൾക്ക് ഇനിയെങ്കിലും നീതി കിട്ടണമെന്നും നയൻതാര നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. ഇന്നലെ രാമന്തളിയിൽ ഒരു ആൺകുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം അയാൾ നടത്തുകയുണ്ടായി.
ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. ഇത് തന്നെയായിരുന്നു ഞാൻ നേരത്തെയും പറഞ്ഞത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പം എൻ്റെ ഭർത്താവ് പോലും അതിനൊന്ന് അനുകൂലിക്കോ ഒന്നൊരു സപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനത് കളവ് പറയുന്നതാണ്. അതായത് ഞാൻ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ കുഞ്ഞിനെ ചെയ്തു എന്നുള്ള നിലക്കാണ് വന്നിട്ടുണ്ടായത്. അതിനുശേഷം എനിക്ക് മാനസികമാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിടാനുള്ള ശ്രമം എല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഏപ്രിൽ 2-ാം തീയതി രക്ഷപ്പെട്ട് പിന്നെ ഇപ്പം ആദ്യം പോയത് സഹകരണ ഹോസ്പിറ്റലായിരുന്നു. അപ്പം പറഞ്ഞു ഇവിടെ നോക്കാൻ പറ്റൂല, പിന്നെ ഇങ്ങനെയുള്ള കേസുകളെല്ലാം വരുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരാണ് കേസ് എടുക്കേണ്ടത്, അവരാണ് പോലീസിനെ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ കുറേ നേരം ഇരുത്തി നമ്മളെ സംരക്ഷിച്ചു. പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറും നേഴ്സും പരിശോധിച്ചപ്പോൾ കുഞ്ഞിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതോടെയാണ് പോലീസിനെ അവരാണ് വിളിക്കുന്നത്, ഞാനല്ല വിളിച്ചത്. പിന്നെ അതിനുശേഷം പോലീസുകാർ വന്നു. പിന്നെ ലേബർ റൂമിൽ വെച്ചിട്ട് കുട്ടീൻ്റെ മൊഴിയെടുത്തിട്ട് മോളുടെ മൊഴിയിൽ പ്രകാരം വന്ന കേസാണ്, ഞാൻ കൊടുത്തതുമല്ല. എൻ്റെ മകളുടെ മൊഴി പ്രകാരം വന്ന കേസാണ് ഈ പോക്സോ കേസ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ അനുഭവം. അപ്പോൾ ആ കുട്ടിക്ക് നീതി കിട്ടുന്നതിനോടൊപ്പം എൻ്റെ മോൾക്കും നീതി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിചാരിക്കുന്നു. ഓരോ പ്രദേശത്തും നാനാവിധ സേവനങ്ങൾ നൽകാൻ കഴിയുന്നു എന്നതാണ് സഹകരണ ബാങ്കുകളെ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെയും ഗ്രാമീണ ചന്തയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ 75-ാം വാർഷികാഘോഷവും ഗ്രാമീണ ആഴ്ച ചന്തയുടെ ഉദ്ഘാടനവും ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. ഓരോ പ്രദേശത്തും നാനാവിധ സേവനങ്ങൾ നൽകാൻ കഴിയുന്നു എന്നതാണ് സഹകരണ ബാങ്കുകളെ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. ഓരോ പ്രദേശത്തും ജനങ്ങളുടെ സമ്പാദ്യം ഇവിടെ നിക്ഷേപിക്കുമ്പോൾ ആ പണം ഉപയോഗിച്ച് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നാനാവിധ സേവനങ്ങളും പിന്തുണയും നൽകണം. നമ്മുടെ ഇവിടെ വാണിജ്യ ബാങ്കുകൾ പലതുണ്ട്, അവരുടെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ സഹകരണ ബാങ്കിനേക്കാൾ പകിട്ടുണ്ട്, അഖിലേന്ത്യ ബന്ധമുണ്ട്, ധനശേഷിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അക്കൗണ്ടും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ അക്കൗണ്ട് കൊണ്ടല്ലേ ഈ ബാങ്കൊക്കെ പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പി ശശിധരൻ അധ്യക്ഷനായി. സെക്രട്ടറി കെ വി ശൈലജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയ് ഫാർമേഴ്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA TI മധുസൂദനൻ സംരംഭകത്വ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി രവീന്ദ്രൻ, AV ലേജു, അഡ്വക്കേറ്റ് PP സിദിൻ, KD അഗസ്റ്റിൻ, നാഗേഷ് കുമാർ അനുമല, VV ഭാസ്കരൻ, അനിൽകുമാർ, പ്രഭാകരൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മതങ്ങളെ രാഷ്ട്രീയ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതിന് തുടക്കമിട്ടത് ബ്രിട്ടീഷുകാരാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ദിനേശൻ പുത്തലത്ത് അഭിപ്രായപ്പെട്ടു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണത്തോടനുബന്ധിച്ച് CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മതവിശ്വാസങ്ങളെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയത്തിന് വേരുപാകിയത് സംഘപരിവാറാണെന്നും പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. നരേന്ദ്രമോദിയെ വികസന നായകനാക്കി ചിത്രീകരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് കുത്തക കോർപ്പറേറ്റുകളാണ്. ഹൈന്ദവ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഇന്ത്യയിൽ മതേതര ആശയത്തെ കെട്ടിപ്പടുത്തത് മഹാത്മാഗാന്ധിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവലിബറൽ നയങ്ങളും വർഗീയതയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ P ശ്യാമള അധ്യക്ഷത വഹിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, ഏരിയ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ, VPP മുസ്തഫ, E കുഞ്ഞിരാമൻ, KV ജനാർദ്ദനൻ, M രാമചന്ദ്രൻ, MV ചന്ദ്രൻ, TP ഉഷ, MV കോമൻ നമ്പ്യാർ, PA റഹ്മാൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രിസണേഴ്സ് സെൽ വാർഡ് നിർമ്മിക്കുന്നു. ജയിൽ വകുപ്പിന്റെ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വിവിധ ജയിലുകളിൽ നിന്നെത്തിക്കുന്ന തടവുകാർക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈദ്യപരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി എത്തിക്കുന്ന പ്രതികൾക്കുമായി പ്രിസണേഴ്സ് സെൽ വാർഡ് നിർമ്മിക്കുന്നത്. നിലവിൽ പ്രിസണേഴ്സ് വാർഡില്ലാത്തത് ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ആശുപത്രിയിലെത്തുന്ന ലഹരിമരുന്നു കേസിലെ പ്രതികൾ പലപ്പോഴും അക്രമ സ്വഭാവം കാണിക്കാറുണ്ട്.
കിടത്തി ചികിത്സ ആവശ്യമുള്ള പ്രതികളെ പാർപ്പിക്കാൻ പ്രത്യേക വാർഡില്ലാത്തതിനാൽ ജനറൽ വാർഡിലാണ് കിടത്തുന്നത്. കൊടും കുറ്റവാളികളെ ഉൾപ്പെടെ സാധാരണ വാർഡിൽ താമസിപ്പിക്കുന്നത് മറ്റു രോഗികൾക്കും ഭീഷണിയാണ്. ആശുപത്രിയിൽ പ്രിസണേഴ്സ് വാർഡിന്റെ അഭാവം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. പഴുതു ലഭിച്ചാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രതികളുമായാണ് പോലീസ് പലപ്പോഴും ആശുപത്രിയിലെത്തുന്നത്. പരിയാരത്തെ ജനറൽ വാർഡിൽ നിന്നും പ്രതി പോലീസിനെ വെട്ടിച്ചു കടന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ കണ്ണപുരം പാലം വീണ്ടും അപകട ഭീഷണിയിൽ. അപ്രോച്ച് റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ ദിവസേന അപകടങ്ങൾക്ക് വഴിവെക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാവുകയാണ്. വർഷങ്ങളായി നല്ല നിലയിൽ കൊണ്ടുപോയ ഒരു പാലം തന്നെയാണ്. ഒരു 2 വർഷം മുന്നേ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. അത് നിങ്ങളെപ്പോലത്തെ മാധ്യമപ്രവർത്തകർ അധികൃതരെ അറിയിച്ചതുകൊണ്ട് അവർ വന്നിട്ട് കൂടുപോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വർഷമാണ് ഇതിങ്ങനെ കുഴിയായത്. ഇതിൻ്റെ അടി മൊത്തം കുഴിയായിട്ടാണ് ഉള്ളത്. പല പ്രാവശ്യം ഇവർ ടാർ ചെയ്തപ്പോൾ വീണ്ടും അടിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാത്ത കാലത്തോളം ഇനി എപ്പം ഈ അപകടം ഉണ്ടാകാനുള്ള സാധ്യത. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ കണ്ണപുരം പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികളാണ് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നത്. 1 മാസം മുൻപ് രൂപപ്പെട്ട കുഴികൾ താൽക്കാലികമായി നികത്തിയെങ്കിലും വീണ്ടും റോഡ് തകർന്നതോടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ഇവിടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവായതായി നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് തെരുവുവിളക്കുകൾ ഇല്ലാത്തതും അപകട ഭീഷണി ഇരട്ടിപ്പിക്കുകയാണ്. കാൽനട യാത്രക്കാരും ഏറെ ഭീതിയോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിൽ അധികൃതർ അനാസ്ഥ തുടരുകയാണെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പാലത്തിന് സമീപം വാഴ നട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അധികൃതരുടെ അനാസ്ഥ മൂലമാണ് അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും ചരക്ക് ലോറികളടക്കമുള്ള ഭാരവാഹനങ്ങൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും വലിയൊരു ദുരന്തം സംഭവിക്കാമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കൈപ്പാട് ഫെസ്റ്റിന്റെ ഭാഗമായി ഞാറുനടയിൽ ഉത്സവം നടന്നു. MV ജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി ഏഴോം കൈപ്പാട് പ്രദേശത്താണ് കൈപ്പാട് ഫെസ്റ്റ് നടക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി കർഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഫെസ്റ്റിൽ പങ്കാളികളായത്. കൈപ്പാട് കൃഷിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ഞാറുനടാൻ MV ജിൻ MLAയും വിദ്യാർത്ഥികളും കർഷകരോടൊപ്പം ചെളി നിറഞ്ഞ കൈപ്പാട് പ്രദേശത്തിറങ്ങി. നേരത്തെ കൂന കൂട്ടി വിത്തിട്ട് തയ്യാറാക്കിയ ഞാറ് തൂമ്പ കൊണ്ട് കൊത്തിയിളക്കി കൈപ്പാട് പ്രദേശത്ത് നടുന്ന പ്രവൃത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആവേശമായി. കാർഷിക മേഖലയിൽ മികച്ച പദ്ധതികളാണ് നേരത്തെ കല്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളതെന്നും കർഷകർക്ക് സഹായമാകുന്ന പദ്ധതികൾ സർക്കാർ ഇനിയും നടപ്പാക്കണമെന്നും MV ജിൻ MLA പറഞ്ഞു. ഗുണം നോക്കിയാൽ വില കുറവാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്തരം തൊഴിൽ സംരംഭങ്ങളിലേക്ക് കൂടി നമ്മൾ മുന്നോട്ട് കൂടുതലായി കടന്നു ചെന്നാൽ നമുക്ക് ഇത് കുറച്ചുകൂടി കർഷകന് ലാഭകരമാക്കുന്ന നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അത്തരം ആലോചനകളൊക്കെ സൊസൈറ്റി നടത്തുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത അധ്യക്ഷയായി. T വനജ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം AV ഷിമ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ബബിതകുമാരി, ഏഴോം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P ഗോവിന്ദൻ, OV വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മുൻ മന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മുൻ മന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളതിന് ചോദ്യത്തിന് പലരും നൽകിയിട്ടുള്ള മറുപടി ഇതാണ്. മുകളിലുള്ള രാഷ്ട്രീയം മാത്രമല്ല, താഴത്തെ തട്ടിൽ നിന്ന് ജനങ്ങളിങ്ങനെ ഒത്തുചേർന്ന് അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇടപെടലിൽ ഇവിടെ
ഒരു വാണിജ്യ സംരംഭമാണ്. വാണിജ്യ സംരംഭമാകുമ്പോൾ അതിൻ്റെ ചിട്ടകൾ കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സംഘാടക സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി മുഖ്യാതിഥിയായി. വി നാരായണൻ, പി സന്തോഷ്, കെ വി സുധാകരൻ, കെ വി ജ്യോതി, ഇ ഭാസ്കരൻ, സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി ടി ശ്രീജിത്ത്, കെ ജയരാജ്, വി ബാലൻ, വി കെ പി ഇസ്മായിൽ, പനക്കീൽ ബാലകൃഷ്ണൻ, പി വിജയൻ, ഒ ടി സൂരജ്, കെ ഹരിഹർകുമാർ, വി പി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഹൈടെക് ഫാം ഉദ്ഘാടനം, ക്ഷീര കർഷക സെമിനാർ, സ്ഥാപക അംഗങ്ങളെ ആദരിക്കൽ, കന്നുകാലി പ്രദർശനം, ക്ഷീര കർഷക പെൻഷൻകാരുടെ സംഗമം, സുവർണ ജൂബിലി സ്മാരക സമർപ്പണം, സ്മരണികാ പ്രകാശനം, ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കുടുംബസംഗമം, വിവിധ കലാപരിപാടികൾ, ജൂബിലി ആഘോഷ സമാപനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം സി നാരായണൻ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും ഗുരുതരമായ സംഘടനാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും കേരളത്തിൽ BJP വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്നും സി നാരായണൻ അഭിപ്രായപ്പെട്ടു. ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത സംഘടനാ പ്രതിസന്ധിയിലൂടെയാണ് CPM കടന്നുപോകുന്നതെന്നും പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ ഉരുക്കുമതിലുകൾ തകർന്നു വീഴുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമായ ബദലായി BJP ഉയർന്നു വരികയാണെന്നും താമസിയാതെ കേരളം BJP ഭരിക്കുന്ന സംസ്ഥാനമായി മാറുമെന്നും സി നാരായണൻ അവകാശപ്പെട്ടു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജനവിഭാഗങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പരിശോധിക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും നമ്മുടെ പാർട്ടിയെ കാണാത്ത, കേൾക്കാത്ത, നമ്മളെ എമ്പളം കാണാത്ത, ചിഹ്നം കാണാത്ത, നേതാക്കന്മാരെ കാണാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മുടെ ബൂത്തുകളിൽ നമുക്ക് പാർട്ടിക്ക് 100-150 വോട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ 1-2 വോട്ടുകൾ തെറ്റായി കുത്തിക്കിടുന്ന സമീപനം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മുടെ ആൾക്കാരില്ല, പ്രവർത്തകന്മാരില്ല, അനുഭാവികളില്ല, പാർട്ടിയെ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒരെമ്പളം കാണുന്നില്ല, ചിഹ്നമില്ല, ഐഡിയോളജി ഇല്ല, പുസ്തകങ്ങളില്ല, സ്ഥാനാർത്ഥിയില്ല, ഒന്നും കാണാത്ത സ്ഥലങ്ങളിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ 100-150 വോട്ടുകൾ നമ്മുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് ചെയ്യാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. VV ഹരിദാസ്, ജിജീഷ് അണ്ണാമല, വിജയൻ മാങ്ങാട്, രാജീവ് കല്യാശ്ശേരി, രാഹുൽ ഗോപിനാഥ്, ജഗദീശൻ, റോജ രാജീവ്, രതീഷ് പൂക്കോട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പഠന ശിബിരത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും BJPയുടെ പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തുന്ന ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൃഷിയെ നെഞ്ചോട് ചേർത്ത കാന ഗോവിന്ദൻ വിട പറഞ്ഞിട്ട് ജൂൺ 21-ന് 2 വർഷം പൂർത്തിയാകുന്നു. നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം പകർന്നു നൽകിയ കൃഷി അറിവുകൾ കരിവെള്ളൂരിലെ കർഷക സംഘം പുസ്തക രൂപത്തിൽ അന്നേ ദിവസം പ്രകാശനം ചെയ്യും. കൃഷിയെ നെഞ്ചോട് ചേർത്ത കരിവെള്ളൂരിലെ കാന ഗോവിന്ദൻ വിട പറഞ്ഞിട്ട് ജൂൺ 21-ന് 2 വർഷം പൂർത്തിയാകുന്നു. നവമാധ്യമങ്ങളിലൂടെ കാന പകർന്നു നൽകിയ കൃഷി അറിവുകൾ കരിവെള്ളൂരിലെ കർഷക സംഘം വില്ലേജ് കമ്മിറ്റികൾ സംയുക്തമായി വിത്ത് മുതൽ വിളവ് വരെ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ ജൂലൈ 26-ന് പ്രകാശനം ചെയ്യും. 2011-ൽ കൃഷി വകുപ്പിൽ നിന്നും വിരമിച്ച കാന ഗോവിന്ദൻ തുടർന്നും കൃഷിയിടങ്ങളിൽ സജീവമായിരുന്നു. കർഷക സംഘം പയ്യന്നൂർ ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കരിവെള്ളൂർ നോർത്ത് വില്ലേജ് സെക്രട്ടറിയും ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറിയായുമൊക്കെ ദീർഘനാൾ പ്രവർത്തിച്ചു. സുഹൃത്തും ബന്ധുവുമായ പലിയേരിക്കോവിലിലെ ശശിമോഹനനാണ് ഗോവിന്ദൻ്റെ ഈ അറിവുകൾ പുസ്തക രൂപത്തിലാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. കൃഷിക്കാർക്ക് വഴികാട്ടിയായി ഈ പുസ്തകം മാറുമെന്നതിൽ കാനായെ അറിയുന്നവർക്ക് ഒട്ടും സംശയമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ ബമ്പർ വിജയിയെ തിരഞ്ഞെടുത്തു. വേൾഡ് കപ്പ് ആവേശത്തിനൊപ്പം ഫുട്ബോൾ പ്രേമികൾക്കായി സംഘടിപ്പിച്ച പ്രവചന മത്സരം വേറിട്ടതായി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരം വിജയകരമായി സമാപിച്ചു. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന മത്സരത്തിന്റെ ആവേശകരമായ ബമ്പർ വിജയിയെ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങിൽ തിരഞ്ഞെടുത്തു. കുഞ്ഞിമംഗലം സ്വദേശി ദിനേഷ് കുമാറാണ് ബമ്പർ സമ്മാന വിജയി. മുത്തത്തി സ്വദേശി ദാമോദരൻ, പേക്കടം സ്വദേശി ബിജു എന്നിവർ പ്രോത്സാഹന സമ്മാനങ്ങൾ നേടി.
വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ കൈമാറി. ജൂൺ 29-നാണ് പ്രവചന മത്സരങ്ങൾക്ക് തുടക്കമായത്. ടൂർണമെന്റ് ആരംഭിച്ചതു മുതൽ ദിനംപ്രതി നടന്ന മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ വക ആകർഷകമായ സമ്മാനങ്ങൾ നൽകിയിരുന്നു. കൂടാതെ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിലെ വിജയികളെയും മത്സരത്തിൽ നേടുന്ന ഗോളുകളുടെ എണ്ണവും കൃത്യമായി പ്രവചിച്ചവർക്കായി കൃഷ്ണ ട്രേഡേഴ്സ് സ്പെഷ്യൽ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. വേൾഡ് കപ്പ് ആവേശത്തിനൊപ്പം ഫുട്ബോൾ പ്രേമികൾക്കായി സംഘടിപ്പിച്ച പ്രവചന മത്സരം വേറിട്ടതായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏറ്റുകുടുക്ക ടൗണിനോട് ചേർന്ന് ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ 2 ആഴ്ചയിലധികമായി ഇതിവിടെ കാണപ്പെടാൻ തുടങ്ങിയിട്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഏറ്റുകുടുക്ക ടൗണിനോട് ചേർന്ന് ഒരു ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 2 ആഴ്ചയിലധികമായി ഇതിവിടെ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെടാൻ തുടങ്ങിയിട്ട്. KL 60 B2748 നമ്പർ ഹോണ്ട ബൈക്കാണ് വഴിയോരത്തുള്ളത്. നിരവധി പേരുകൾ ബൈക്കിന് മുൻപിലായി എഴുതിയിട്ടുണ്ട്. പെരിങ്ങോം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. മയിലിലുള്ള ഒരാളുടെ പേരിലുള്ളതാണ് ബൈക്കെന്നും നമ്പർ മാറിയിരിക്കുന്നുവെന്നും നീലേശ്വരം സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നാളുകൾ കുറയായെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പല ആളുകളും ചോദിക്കുന്നത് ആരെ വണ്ടി അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഉത്തരം പറയാനില്ല. ഏറ്റുകൊടുക്ക ഇവിടെ ബാങ്കിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഈ വീടുള്ളത്, അല്ല ഈ വണ്ടിയിലത്. അപ്പം അറിയാതെ മുമ്പിലായിട്ടായിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും പല അഭ്യൂഹങ്ങളും പറയുന്നത് ഈ വണ്ടി വെച്ചിട്ടാണ് എവിടെയോ പോയതാണോ എന്നാണെന്നില്ല. പല കള്ളന്മാർ വരുന്നൊരു കാലത്ത് ഇത് ധാരാളം ആളുകൾക്ക് ആശങ്കയിട്ട്. അപ്പോൾ ഇത് വണ്ടി പെരുമാൾ സ്റ്റേഷനിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച സമയത്ത് അവർ പറഞ്ഞത് ഇത് മയ്യിച്ചിലെ ഒരു വണ്ടിയാണ്, ഇതിൻ്റെ RC ഓണർ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് വിളിച്ചാൽ കിട്ടുന്നില്ല, അതുകൊണ്ട് നീലേശ്വരം സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു, ഈ വണ്ടി ഇതുവരെ ഇടുന്ന അനക്കിയില്ല. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഴ്ച ചന്ത ആദ്യ ദിവസം തന്നെ ഹിറ്റ്. നിരവധി ഉൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പന്നമായ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഴ്ച ചന്ത ആദ്യ ദിവസം തന്നെ ഹിറ്റ്. നിരവധി ഉൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പന്നമായ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. പഴങ്ങൾ, പച്ചക്കറികൾ, അച്ചാറുകൾ, പലഹാരങ്ങൾ, മസാലപ്പൊടികൾ, കുത്തരി, ചട്ടികൾ, കയർ എന്നുവേണ്ട സകലതും ഇവിടെ ലഭ്യമായി. ഉൽപ്പാദകർ തങ്ങളുടെ ഉൽപ്പന്നം ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതും മാർക്കറ്റിന്റെ നേട്ടമായി. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വിൽക്കാൻ കഴിയുമെന്നത് ഉൽപാദന രംഗത്ത് മുന്നേറുവാൻ ഏറെ സഹായകരമാകും. എല്ലാ ബുധനാഴ്ചയും ചന്ത പ്രവർത്തിക്കും. പഴയ ഗ്രാമീണ ചന്തകളുടെ പ്രഭാവവും പ്രതാപവും ഇനി മാത്തിൽ ആഴ്ചച്ചന്തയിൽ പുനർജനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. റോഡരികിലെ വെള്ളക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നു. മലയോര മേഖലകളിലേക്കടക്കം ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ കൈതപ്രം ഭാഗത്താണ് വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി വെള്ളക്കെട്ടുള്ളത്. റോഡായാലും തോടായാലും മഴക്കാലത്ത് വെള്ളം കയറിയാൽ ദുരിതം തന്നെ. ഇത്തരത്തിൽ പിലാത്തറ മാതമംഗലം റോഡിലെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുകയാണ്. മലയോര മേഖലയിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ കൈതപ്രം ഭാഗത്താണ് മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇവിടെ എല്ലാ മഴക്കാലത്തും സ്ഥിതി ഇങ്ങനെ തന്നെ. റോഡിലെ വളവും ഒപ്പം റോഡരികിലെ കാടും അതോടൊപ്പം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തെറ്റായ വശത്തുകൂടി ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളും ഏത് നിമിഷവും അപകടമുണ്ടാകുന്ന അവസ്ഥയാണിവിടെ. ഇതുവഴി കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ഓവുചാൽ നിർമ്മിക്കണമെന്ന് നാളുകളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മരത്തക്കാട് ന്യൂ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മികവ് 2026 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊഴുമൽ ന്യൂ ബ്രദേഴ്സ് മരത്തക്കാട് ക്ലബിന്റെ നേതൃത്വത്തിൽ മികവ് 2026 അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അങ്കണവാടി പ്രീ പ്രൈമറി 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവുമാണ് സംഘടിപ്പിച്ചത്. പ്രാന്തംചാൽ AKG സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. SSLC ആയാലും +2 ആയാലും അതിലെല്ലാം ഒരു മികച്ച വിജയം നേടിയാൽ, ഫുൾ A+ നേടിയാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടൊരിക്കലും നമ്മൾ കണ്ടുപോകരുത്. കാരണം
ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ഇതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് എത്താനുള്ള മരത്തക്കാടിൻ്റെ ബ്രദേഴ്സ് മരത്തക്കാടിൻ്റെ ഒരു ഊർജവും പ്രോത്സാഹനവും കരുത്തുമായിട്ട് നമുക്ക് ഈ അനുമോദനത്തെ മാറ്റാൻ കഴിയണം. ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി സുലോചനയും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ജനേഷും നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് കെ മനുരാജ് ചടങ്ങിൽ അധ്യക്ഷനായി. കെ പി മിഥുൻ, നിതിൻ പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി ഫൈനൽ ദിവസം നടന്ന മികവ് 2026 അനുമോദന പരിപാടിയിൽ 2026 ഫിഫ ലോകകപ്പിലെ ഔദ്യോഗിക മാച്ച് ബോൾ അഡിഡാസ് നിർമ്മിച്ച ട്രയോണ്ട മോഡലിൽ നിർമ്മിച്ച സ്നേഹോപഹാരമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് പായസവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ രവി രാമന്തളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് വില്ലേജ് സമ്മേളനം നടന്നു. ഡോക്ടർ രവി രാമന്തളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രായമേറിയ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതിക്രമങ്ങൾ, സുരക്ഷിതമില്ലായ്മ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി പ്രയാസങ്ങളൊക്കെ ലോക സാമൂഹ്യ രംഗത്ത് വലിയ പ്രശ്നമായി വരുന്നുണ്ട് പല രാജ്യത്തും. അങ്ങനെ ലോകത്തൊട്ടാകെ ഇത്തരം പ്രശ്നങ്ങൾ സജീവമായി വന്ന ഒരു ഘട്ടത്തിലാണ് മറ്റെല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്നത് പോലെ ഐക്യരാഷ്ട്രസഭ മുതിർന്ന ആളുകളെ ഒക്കെ കൂട്ടി ചേർത്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഒരു സംഘടന എന്ന ആശയം അവതരിപ്പിക്കുന്നു. ഓസ്ട്രേലിയ വിയന്നയിലാണ് ഇങ്ങനൊരു ഈ അജണ്ട വെച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയിലുള്ള എല്ലാ രാജ്യങ്ങളും ഒത്തുചേർന്നിട്ടാണ് ഇങ്ങനൊരു. വില്ലേജ് പ്രസിഡന്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ മുതിർന്ന പൗരന്മാർക്കും സൗജന്യ യാത്ര അനുവദിക്കുക, BPL APL വ്യത്യാസമില്ലാതെ എല്ലാ വയോജന പദ്ധതികളും നടപ്പിലാക്കുക, വയോജന റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക, പ്രഭാത സായാഹ്ന കാൽനട യാത്രക്കുതകും വിധം റോഡുകളുടെ ഇരുവശത്തും നടപ്പാതകൾ നിർമ്മിക്കുക, ടൗൺ ബസ് സർവീസ് ഏർപ്പെടുത്തുക, ക്ഷേമ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, EPF പെൻഷൻ 9000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അംഗീകരിച്ചു. KV മോഹനൻ, KP സേതുമാധവൻ, S ജ്യോതി, പ്രൊഫസർ K ജനാർദ്ദനൻ, KV സത്യനാഥൻ, EV ഗിരിജ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. P അപ്പുക്കുട്ടൻ, EV ഗിരിജ, MP രാമചന്ദ്രൻ, KP സേതുമാധവൻ, KV രാധാകൃഷ്ണൻ, VP ഹരിദാസൻ എന്നിവരെ പുതിയ ഭാരവാഹികളായി സമ്മേളനം തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊക്കാനിശ്ശേരി യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും ആദരിക്കൽ ചടങ്ങും നടന്നു. KSSPU പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK രാജലക്ഷ്മി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊക്കാനിശ്ശേരി യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിക്കലും പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രശസ്ത സേവനം കാഴ്ചവെച്ച ഡോക്ടർ VC രവീന്ദ്രൻ, കുഞ്ഞിരാമൻ നായർ, സാഹിത്യ പുരസ്കാരം കരസ്ഥമാക്കിയ P പ്രേമചന്ദ്രൻ എന്നിവർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. KSSPU പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK രാജലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. 2004 ജീവനക്കാർക്ക് പരിഷ്കരണം നൽകുകയും പെൻഷൻകാർക്ക് ആ പരിഷ്കരണം 2005 മാത്രമാണ് ലഭിച്ചിരുന്നത്. പിന്നീട് 2009 കൃത്യമായി തന്നെ നമ്മുടെ പരിഷ്കരണം ഇവിടെ നടത്തി. പിന്നീട് 2014 നമുക്ക് അടുത്ത പരിഷ്കരണം നടന്നത്. ഈ 2014 നടക്കേണ്ട പരിഷ്കരണം 2016 മാറ്റാൻ വേണ്ടിയുള്ള KSSPU കൊക്കാനിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് M ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർ A രാമചന്ദ്രൻ 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിച്ചു. KV സരോജിനി നവാഗതരെ സ്വീകരിക്കുകയും C രാഘവൻ നവാഗതരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. KV രവീന്ദ്രൻ, NK രാഘവൻ മാസ്റ്റർ, NV കുഞ്ഞിരാമൻ മാസ്റ്റർ, EV രാമകൃഷ്ണൻ, P മധുസൂദനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പെരുമ്പ മാർക്കറ്റിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് കൗൺസിലർ VKP ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു.
പെരുമ്പ മാർക്കറ്റിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് കൗൺസിലർ VKP ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഷെരീഫ് ടേപ്പിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശിവദാസൻ V, ബാലകൃഷ്ണൻ T, P ഗോപി, KB മുരളീധരൻ, C കൃഷ്ണൻ, KC രവീന്ദ്രൻ, V കൃഷ്ണൻ, രഞ്ജിത്ത് ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 60ഓളം പേർ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പഴയങ്ങാടിയിൽ നടന്നു. ബേക്ക് കണ്ണൂർ ജില്ലാ അഡ്വൈസറി ബോർഡ് ചെയർമാൻ MK രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പഴയങ്ങാടിയിൽ നടന്നു. ബേക്ക് കണ്ണൂർ ജില്ലാ അഡ്വൈസറി ബോർഡ് ചെയർമാൻ MK രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ബേക്ക് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പവിത്രൻ K ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MK രഞ്ജിത്ത്, മുഹമ്മദ് സിനാൻ, നൌഷാദ് M, മധു E, അൻവർ സാദത്ത് NK, ഷൌക്കത്ത് K, അഷ്റഫുദ്ദീൻ, ഷാജി N എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും വർഷങ്ങളായി ബേക്കറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. K പവിത്രൻ പ്രസിഡന്റായും മുഹമ്മദ് സിനാൻ ജനറൽ സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പടന്ന സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ കർഷകർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പടന്ന ബാങ്ക് ഹാളിൽ കാസർഗോഡ് പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C സുനിൽകുമാർ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പടന്ന സഹകരണ ബാങ്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റും കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും ചേർന്നാണ് ഏകദിന ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത്. പടന്ന ബാങ്ക് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി കാസർഗോഡ് പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് M ഹാജിർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PC രഘുനാഥ്, ഡയറക്ടർമാരായ മാമുനി സുരേശൻ, M യൂസഫ് ഹാജി, M കാത്തിം, P സമീർ, AG സമീറ, M കൗസല്യ എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണ പരിപാടിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് പരിശീലകൻ CV വിനോദ് കുമാർ നേതൃത്വം നൽകി. തെരഞ്ഞെടുത്ത 50-ൽ പരം കർഷകർ ഏകദിന ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം രാജൻ ബ്രദേഴ്സ് കോച്ചിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള ശാസ്ത്രീയ നീന്തൽ പരിശീലനം ആരംഭിച്ചു. മുൻ MLA CKP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം രാജൻ ബ്രദേഴ്സ് കോച്ചിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള ശാസ്ത്രീയ നീന്തൽ പരിശീലനം ആരംഭിച്ചു. കുഞ്ഞിമംഗലം തെക്കുംപാട് വീരചാമുണ്ടേശ്വരി ക്ഷേത്രകുളത്തിൽ വെച്ചാണ് പരിശീലനം. മുൻ MLA CKP പത്മനാഭൻ നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ MV ദീപു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഗണേഷ് മലർ വിശിഷ്ടാതിഥിയായി. KP ഭാസ്കരൻ മാസ്റ്റർ, ക്ഷേത്രം പ്രസിഡന്റ് മണിലാൽ, ഡോക്ടർ രാജീവ് വിനോദ്, രാജു എടാട്ട്, രാജൻ കുഞ്ഞിമംഗലം എന്നിവർ സംസാരിച്ചു. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ക്യാമ്പിൽ സൗജന്യമായി പങ്കെടുക്കാം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നാളികേര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നാളികേര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം M ഗോവിന്ദൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി സംബന്ധിച്ച് വിശദീകരണം നടത്തി. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ കർഷകർക്കായി 700ഓളം തെങ്ങിൻ തൈകളാണ് 50% സബ്സിഡി നിരക്കിൽ കാർഷിക കർമ്മസേനയുടെ സഹായത്തോടെ വിതരണം നടത്തിയത്. ശ്രീസ്ത ഹരിതസംഘം പ്രവർത്തകൻ EV രാജേന്ദ്രൻ തെങ്ങിൻ തൈകൾ ഏറ്റുവാങ്ങി. വിവിധ വാർഡുകളിലെ നാളികേര കർഷകർ, കൃഷിഭവൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇതോടുകൂടി വാർത്തകൾ സമാപിച്ചു. നന്ദി.